എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലി ചൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്, ഇറ്റലിനെ പറ്റിയിട്ട് അധികം ആർക്കും അറിയില്ല, ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല. സോ ലൈക്ക് പോകാനായിട്ട് ഇറ്റലിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാനായിട്ട് എത്രത്തോളം എക്സ്പെൻസസ് ആണ് നമുക്ക് വന്നത് ഓവറോൾ? ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് ഇത് മൈൻഡിൽ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ദാറ്റ് ഈസ് എ വെരി ബിഗ്. ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇൻ ഇറ്റലി? ഇറ്റാലിയൻ അറിഞ്ഞാൽ മാത്രമാണ് പാർട്ട് ടൈം ജോബ് കിട്ടുമോ എന്നുള്ള ഒരു കാര്യമുണ്ടോ ഇറ്റലിയിൽ? ആരൊക്കെ നോക്കുന്നു പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടും. സോ ദാറ്റ് ഈസ് ആക്ച്വലി യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. ഇറ്റലിയിലെ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ജോബിൻ്റെ റിയാലിറ്റി എന്താണ്? അത് അവിടുത്തെ മെയിൻ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനാണ് അപ്ലൈ ചെയ്യുക. വീട്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് പൈസ കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് വെച്ച് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അങ്ങനത്തെ ഫെയ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇറ്റലിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം. ഹലോ ഓൾ, വെൽക്കം ടു ദ ബീയിങ് അബ്രോഡ് ഷോ. ഇന്ന് നമ്മുടെ ബീയിങ് അബ്രോഡ് ഷോയിൽ നമ്മുടെ കൂടെയുള്ളത് ഇറ്റലിയിൽ നിന്നുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഹെർ നെയിം ഈസ് ഗായത്രി മഠത്തിൽ. ഷീസ് എ കണ്ടന്റ് ക്രിയേറ്റർ. സോ വെൽക്കം ഗായത്രി ടു ദ ബീയിങ് അബ്രോഡ് ഷോ. താങ്ക് യു സോ മച്ച്. സോ ഗായത്രിയുടെ ഫസ്റ്റ് കാര്യം ചോദിക്കാനുള്ളത്, ഇത്രയും കൺട്രീസ് ഉള്ളപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ പോകുന്ന ഒരു കൺട്രിയിലാണ് ഗായത്രി പോയത്. സോ ഹൗ ഡിഡ് യു എൻഡ് അപ്പ് ഇൻ ഇറ്റലി? ആക്ച്വലി എനിക്കിങ്ങനെ പുറത്ത് പോയിട്ട് എങ്ങനെയാണ് ലൈഫ്, ബിക്കോസ് എല്ലാവരും ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ എല്ലാവരും ഇങ്ങനെ പുറത്ത് പോവുക, പഠിക്കുക, ഒട്ടുമിക്ക എല്ലാ എൻ്റെ മിക്ക ഫ്രണ്ട്സും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഐ തോട്ട് എനിക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായി. അപ്പം ഫ്രീ എഡ്യൂക്കേഷനുള്ള കൺട്രീസാണ് ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ പൈസ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രീസ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഐ ഗോട്ട് ടു നോ അബൌട്ട് ഇറ്റലി. അപ്പോൾ ഇറ്റലി ഈസ് ഓൾസോ എ വെരി ബ്യൂട്ടിഫുൾ കൺട്രി. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. Just like that. Yeah, just like that. Alright, so ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാമോ? ലൈക്ക് what did you study in Kerala and why did you choose to study in Italy? അതല്ല. ഓക്കെ, അപ്പോൾ ഞാൻ 12th വരെ ഞാൻ സ്കൂളിംഗ് ഒക്കെ തൃശ്ശൂരായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്ത് സൈക്കോളജിയിലാണ്, ബാച്ചിലേഴ്സ് ഇൻ സൈക്കോളജി. അത് കൊടകര സഹൃദയ കോളേജിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മാസ്റ്റേഴ്സ് ക്ലിനിക്കൽ ചെയ്യണം എന്നായിരുന്നു സൈക്കോളജി. പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ലൈക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് അപ്ലൈ ചെയ്യേണ്ട ടൈം ആയപ്പോഴത്തേനും നമുക്ക് എല്ലാ സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഉള്ള സെമ്മിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ക്രെഡിറ്റ്സ് അധികം മീറ്റ് ആക്കാത്തതുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിയുള്ള അധികം കോളേജുകളിൽ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചോയ്സായി വെച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് അവസാനം കിട്ടിയത്. അത് സൈക്കോളജിയായി ബന്ധപ്പെട്ടൊരു ഫീൽഡാണ്, പക്ഷേ എക്സാക്ട്ലി സൈക്കോളജി അല്ല, ഇറ്റ്സ് കോഗ്നിറ്റീവ് സയൻസ്. അപ്പം ഇപ്പോൾ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ കോഗ്നിറ്റീവ് സയൻസ്. ഗ്രേറ്റ്. സോ ഇറ്റലിയിലെ കാര്യത്തിൽ എപ്പോഴും പിള്ളേരെ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നു, റിജക്ഷൻ കിട്ടുന്നു, അതിനുശേഷം മോസ്റ്റ്ലി അവരത് ഫെയിലായിട്ട് വേണ്ട, ഇറ്റലി വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ള കൺട്രിയിലേക്കാണ് പോകുന്നത്. സോ ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യുക ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി പ്രോസസ്. സോ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ആ ഒരു ജേർണി എന്തായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ബേസിക്കലി എനിക്കിങ്ങനെ കുറേ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അതായത് ഇറ്റലിയിൽ എങ്ങനെയാണ് ആർക്കും അങ്ങനെ അധികം കോൺഫിഡൻസ് ഇല്ല ഇപ്പോൾ, ബിക്കോസ് ഒരുപാട് റിജക്ഷൻസ് വരുന്നുണ്ട് വിസ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് എനിക്ക് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടി, എനിക്ക് റിജക്ഷൻ ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എത്ര പ്രോപ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീസണിങ് ആണെങ്കിലും, അതുപോലെ നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ സൗണ്ട് ആണോ എന്ന് കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ പക്കയാണെങ്കിൽ നമുക്കങ്ങനെ റിജക്ഷൻ ഒന്നും വരില്ല. പിന്നെ യൂണിവേഴ്സിറ്റീസ് സാധാരണ പുറത്ത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്, ബിക്കോസ് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണുള്ളത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറച്ചുകൂടെ ഫീ ഉണ്ടാവും. പിന്നെ അത് ഒബ്വിയസ്ലി പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ ഫ്രീ എഡ്യൂക്കേഷനും സ്കോളർഷിപ്സും നമുക്ക് കിട്ടുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനൊരു ഏജൻസീനെ കൺസൾട്ട് ചെയ്തു. ഏജൻസിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവർ ദേ ഡിഡ് മൈ പ്രോസസ്സിങ് ആൻഡ് എവറിത്തിങ്. ഫസ്റ്റ് എനിക്കിങ്ങനെ എനിക്ക് എൻ്റെ ചോയ്സ് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കോഴ്സുകൾ ഇതൊക്കെയാണ്, എൻ്റെ സ്പെഷ്യലൈസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ദേ സോർട്ടഡ് ഔട്ട്, കുറച്ച് ലിസ്റ്റ് ചെയ്ത് കുറച്ച് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു നമുക്കന്ന് സെലക്ട് ചെയ്യാം. ആൻഡ് ഒബ്വിയസ്ലി അവർ തന്നെയാണ് അപ്ലിക്കേഷനൊക്കെ ചെയ്ത് തന്നത്. അപ്ലൈ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ ഇട്ടു. സോ ദിൽ ജസ്റ്റ് അപ്ഡേറ്റ് യു ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യൂ. അപ്പം നമുക്ക് വേണ്ടി ഒരു മെയിൽ ID അവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വരെ അവർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് അപ്പം തന്നെ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്ര യൂണിവേഴ്സിറ്റി റിജക്റ്റഡ് ആണെങ്കിൽ അപ്പം മെയിൽ വരും. അപ്പോൾ വി നോ ദാറ്റ് ഓക്കെ അവിടെ കിട്ടിയില്ല, അപ്പോൾ അടുത്തേൽ പോവാം, അങ്ങനെ നമ്മളറിയാം. അപ്പോൾ ലാസ്റ്റ് ഞാൻ കൊടുത്ത യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതിന് മുന്നുള്ള യൂണിവേഴ്സിറ്റീസിലൊന്നും IELTS ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, 1 year ബാക്ക്. ബട്ട് ഐ ഗെസ് ഇപ്പം ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റീസിലും അവർ IELTS ചോദിക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ഞാൻ കൊടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് IELTS വേണമായിരുന്നു. ബാൻഡ് സ്കോർ അറൗണ്ട് 5 വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ അതിലാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതെടുത്തു. ഗായത്രി പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? മെസ്സിന യൂണിവേഴ്സിറ്റി.
സോ യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ലൈക്ക് എല്ലാ കോഴ്സസും ഉള്ള യൂണിവേഴ്സിറ്റി ആണോ? ഇസ് ഇറ്റ് ഈസി ആക്സസ് അല്ലെ പെട്ടെന്ന് അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ? അതായത് ഇറ്റ്സ് ലൈക്ക് അത്രയും ഹാർഡൊന്നും അല്ല ക്രാക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് നമുക്ക് ക്രെഡിറ്റ്സ് ഉണ്ടോ, അതായത് നമ്മുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഒബ്വിയസ്ലി അവർ നോക്കും. ഇപ്പം സൈക്കോളജി അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല ഈ കോഴ്സിന്. അത് ഇറ്റ് വേരീസ് വിത്ത് ദ കോഴ്സസ് യു ചൂസ്. സൈക്കോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നമ്മുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ സൈക്കോളജി ഓറിയൻറ്റഡ് ആണോ എന്ന് നോക്കും. അതല്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. പിന്നെ അത്യാവശ്യം നമുക്ക് 70% എബവ് മാർക്സ് പ്രീവിയസ് കോഴ്സ് ചെയ്താൽ വെച്ചാൽ അതിലുണ്ടെങ്കിൽ അങ്ങനെയാണ് റിക്വയർമെൻറ്റ്സ്. പിന്നെ യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് റിക്വയർമെൻറ്റ്സ് വേരി ചെയ്യും. ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ വന്നിട്ട് അവർ ഓരോ വർഷം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തിനൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അവർ. പ്രാവശ്യം 70% എബവ് എഡ്യൂക്കേഷൻ വേണം, ക്വാളിഫിക്കേഷൻ, പിന്നെ മാർക്സ്, പിന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ IELTS ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അത്രേ നോക്കുള്ളൂ. ഇറ്റലി അപ്ലൈ ചെയ്ത സമയത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് ഒരു ഓപ്ഷനായിട്ട് വെച്ചിരുന്നോ? ആക്ച്വലി നോ, ബിക്കോസ് എൻ്റെ ഏജൻസി തന്നെയാണ് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ അവരതിനനുസരിച്ചാണ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പം പ്രൈവറ്റിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം പബ്ലിക് നോക്കുകയാണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ എന്താ പറയുക, ഫിനാൻഷ്യലി നമുക്ക് അധികം പ്രഷർ വരുന്നില്ല. നമ്മൾ റീജിയണൽ ടാക്സ് മാത്രമാണ് ഇയർലി പേയ്മെൻറ്റ് വരുന്നുള്ളൂ. അല്ലാതെ അതിനൊക്കെ കൂടുതലൊന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫീ നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ നാട്ടിലുള്ള സിസ്റ്റം തന്നെ. പ്രൈവറ്റ് സ്കൂൾസിൽ നമ്മൾ ഫീ കൊടുക്കണം, ഗവൺമെൻറ്റിൽ അത് വേണ്ട. അപ്പോൾ അവിടെ ഗവൺമെൻറ്റിന് അണ്ടറിൽ വരുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പേയ്മെൻറ്റ് വേണ്ട. ഇറ്റലിയിലെ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത്? ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ളത് നോക്കുക. കാരണം ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷനാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിങ്ങനെ ചോദിക്കും, സ്റ്റുഡൻസ് ആണെങ്കിലും, ചേച്ചി എന്താ ചെയ്യുക, എങ്ങോട്ടാണ് പോവുക. സോ നമുക്ക് ആക്ച്വലി ഒരുപാടൊന്നും അറിയണ്ടെങ്കിലും ഏത് കോഴ്സാണ് നമുക്ക് ചെയ്യേണ്ടത്, ഏത് യൂണിവേഴ്സിറ്റീസിലാണ് നമുക്ക് ചെയ്യേണ്ടത്, യൂണിവേഴ്സിറ്റീസ് ഏതാ നല്ലതെന്ന് നമുക്ക് പിന്നെ ആലോചിച്ചാലും നമ്മൾ ഏതാ കോഴ്സ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഇത് വേണം. അതൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് നോക്കുകയാണെങ്കിൽ ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതാ നമുക്ക് അറിയാൻ പറ്റും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ ചൂസ് എ യൂണിവേഴ്സിറ്റി. അങ്ങനെ നോർമലി സെപ്റ്റംബർ ഇൻടേക്സ് ആണ് നോർമലി ഉള്ളത്. പിന്നെയും ഫെബ്രുവരി ഇൻടേക്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് മാസം മുന്നേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തിടുക. അപ്പോൾ നമ്മൾ സൈറ്റിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോർട്ടൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുക, നമ്മുടെ എന്താ പറയുക എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനെ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ മാർക്ക് ലിസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അവർ പറയും ഇന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഇറ്റ് വിൽ ഓൾസോ വേരി വിത്ത് യൂണിവേഴ്സിറ്റീസ്. സോ നമ്മളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവർ മെയിൽ വരും, എൻറോൾമെൻറ്റ്. ആദ്യം പ്രീ എൻറോൾമെൻറ്റ് ഉണ്ടാവും, പിന്നെ നമ്മൾ ഫീ ചെയ്തതിന് ശേഷം എൻറോൾമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് വരും. അങ്ങനെ ഇറ്റ് വിൽ ഗോ ഇൻ എ ഫ്ലോ. ഇറ്റലിയിൽ പലപ്പോഴും നമുക്ക് പലരും അറിയാത്തൊരു കാര്യമാണ് സ്കോളർഷിപ്സ് കിട്ടുക എന്നുള്ളത്. പലപ്പോഴും സെമസ്റ്ററിൽ നമുക്ക് കുറേ ലാക്സ് ഇങ്ങോട്ട് കിട്ടും. നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ പലരും 8 to 10 lakhs ഒക്കെ ഏൺ ചെയ്ത പല കുട്ടികളുമുണ്ട്. സോ ഇതെങ്ങനെയാണ് സ്കോളർഷിപ്സ് വർക്ക് ചെയ്യുന്നത്? എത്രയൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് ഏൺ ചെയ്യാൻ പറ്റും? അത് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് വേരി ചെയ്യും. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഒട്ടുമിക്ക പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും സ്കോളർഷിപ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കോഴ്സിന് ഞാൻ എലിജിബിൾ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് എൻ്റെ വിസ ഡിലേ ആയപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മളിവിടെ നാട്ടിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കോളർഷിപ്പിന് ഒരു ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ആദ്യം ഓൺലൈനിൽ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മളിവിടെ എത്തി, നമ്മൾ പിന്നെ അവിടുത്തെ കുറച്ച് ഗവൺമെൻറ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്, സോജോർണയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അതുപോലെ കുറച്ച് വിസ്കാലേ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അത് അവിടുത്തെ മെയിൻ ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനാണ് അപ്ലൈ ചെയ്യുക. സോ അത് ഞാൻ പോയ സമയത്ത് ഭയങ്കര റഷ് ആയതുകൊണ്ട് എനിക്കത് കിട്ടാൻ വൈകിപ്പോയി. അത് കിട്ടിയാലാണ് നമുക്ക് അവിടെ പോയിട്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിലേ ആയിട്ട് എനിക്ക് സ്കോളർഷിപ്പ് മിസ്സായി. പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്ത എന്നാൽ അറിയേണ്ട ഒരു കാര്യമാണ് ഈ സ്കോളർഷിപ്പ് എന്നുള്ളത്. നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് നമുക്കിങ്ങനെ കിട്ടുക. ഇഫ് യു ആർ എലിജിബിൾ ടു ഫോർ സ്കോളർഷിപ്സ് യു വിൽ ഗെറ്റ് സ്കോളർഷിപ്സ്. അത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ചിലർക്ക് അക്കോമഡേഷനും കിട്ടും. അത് നമ്മുടെ റാങ്കിങ് വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് ഇയർ നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, നമ്മൾ സർട്ടിഫൈ ചെയ്ത ഡോക്യുമെൻറ്റ്സ് നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഓക്കെ അവർ നോക്കും നമ്മൾ എലിജിബിൾ ആണോ സ്കോളർഷിപ്പ് കിട്ടാൻ എന്നുള്ളത്. ഒട്ടുമിക്ക എല്ലാവർക്കും കിട്ടിയിട്ടാണ് ഒരു ഹിസ്റ്ററി ഉള്ളത്. പിന്നെ ചില അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻസിൽ മാത്രമാണ് കിട്ടായ്മ വന്നിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് സ്കോളർഷിപ്സ് ഭയങ്കര എളുപ്പത്തിൽ കിട്ടും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് അക്കോമഡേഷൻ സഹിതം കിട്ടിയിട്ട് അവർക്ക് ഹോസ്റ്റലിൻ്റെ അക്കോമഡേഷനാണ്. സോ എഡ്യൂക്കേഷനും ഫ്രീ, ആകെ കൂടെ നമ്മൾ റീജിയണൽ ടാക്സേ കൊടുക്കേണ്ടതുള്ളൂ, അക്കോമഡേഷൻ ഫ്രീ ആണ്. ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് സ്കോളർഷിപ്സിലൂടെ തന്നെ ഏകദേശം എത്ര ലാക്സ് ഏൺ ചെയ്യാൻ പറ്റും?
ഏകദേശം ഈ പറഞ്ഞ പോലെ ചിലവർക്ക് 16 lakhs വരെ സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു കോഴ്സിന് 7,000 euros ആണ്, ദാറ്റ് ഇസ് അറൗണ്ട് 7 lakhs കിട്ടേണ്ടതാണ്. അതും ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് മാറും. യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനനുസരിച്ച് മാറും. ഇപ്പം എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മെസ്സീനയാണ്. അത് സിച്ചിലിയ എന്ന് പറഞ്ഞൊരു ഐലൻഡിലാണ് വരുന്ന മെസ്സീന. അപ്പോൾ അത് കുറച്ചൊന്നും ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ റോം, മിലാൻ പോലുള്ള സ്ഥലങ്ങളാണെങ്കിലും പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് അതനുസരിച്ച് വേരി ചെയ്യും. ഓൾറൈറ്റ്. സോ ഈ സ്കോളർഷിപ്പ് കിട്ടിയ ഈ എമൗണ്ട് നമുക്ക് എങ്ങനെയുള്ള സ്പെൻഡ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ആയിട്ട് പറയാറുണ്ടോ? എൻ്റെ അറിവിലില്ല. ബിക്കോസ് ഒബ്വിയസ്ലി എനിക്ക് പറഞ്ഞ സ്കോളർഷിപ്പ് ഫസ്റ്റ് ഇയറിൽ കിട്ടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം അത് നമ്മുടെ ചോയ്സാണ്. നമ്മളെ വിശ്വസിച്ച് ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുകയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ടാണ് എല്ലാവരും ഡീൽ ചെയ്യുന്നത്. അത് സോ ലൈക്ക് പോകാനായിട്ട് ഇറ്റലിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാനായിട്ട് എത്രത്തോളം എക്സ്പെൻസസ് ആണ് നമുക്ക് വന്നത് ഓവറോൾ? ഇതെനിക്ക് കുറേ എൻക്വയറീസ് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിനെനിക്കിങ്ങനെ ഡെഫിനറ്റ് ആയിട്ടൊരു ആൻസർ പറയാൻ എനിക്കറിയില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ പുറത്തേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ പുറത്തേക്ക് പോകും, അതിൻ്റേതായ ഒരു എക്സ്പെൻസ് നമ്മൾ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണം. പിന്നെ ഈ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏജൻസിക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് അവിടെ സേവ് ചെയ്യാം. ഏജൻസി വഴി പോകണം, ഒറ്റയ്ക്ക് ചെയ്യാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ ദേ വുഡ് സിംപ്ലി റിലൈ ഓൺ സമ്മൺ എൽസ്. അങ്ങനെയാണെങ്കിൽ ഏജൻസി ചൂസ് ചെയ്യാം, ദാറ്റ്സ് കംപ്ലീറ്റ്ലി പേഴ്സണൽ. അങ്ങനെയാണെങ്കിൽ ഏജൻസിക്ക് കൊടുക്കേണ്ട ആ ഒരു ഫണ്ട് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ എനിക്കതൊരു ഡെഫിനറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വിൽ വേരി ഒബ്വിയസ്ലി. പിന്നെ വരുന്നൊരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്, അവിടെ എത്തിയതിന് ശേഷമുള്ള ലൈഫ് സ്റ്റൈൽ. അത് സ്ഥലം അനുസരിച്ച് മാറും. ഇപ്പോൾ മിലാൻ, റോം പോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എൻ്റെ സ്ഥലം കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ളൊരു ഏരിയ ആണ്, അപ്പോൾ അതിനനുസരിച്ച് മാറും. എന്നാലൊരു ലാക്സിൽ പറയുകയാണെങ്കിൽ എത്രത്തോളം ഒരു ഇറ്റലി പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് എത്രയാണ് എക്സ്പെൻസ് വരുന്നത്? ഹൗ മച്ച് ഷുഡ് ദേ എക്സ്പെക്ട്? അത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പം ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് സ്കോളർഷിപ്പിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അധികം ചിലവ് വരുന്നില്ല. സ്കോളർഷിപ്പിൽ തന്നെ ഫണ്ട് ഇങ്ങോട്ട് കിട്ടുവാണ്. അതല്ലാതെ ഇപ്പോൾ മന്ത്ലി അറൗണ്ട് എൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി അറൗണ്ട് 35,000 to 40,000 റുപ്പീസാണ് എനിക്ക് എക്സ്പെൻസ് വരുന്നത്. അതെനിക്ക് സ്കോളർഷിപ്പ് ഇല്ല, അതിനെൻ്റെ റെൻറ്റും പിന്നെ ജസ്റ്റ് ഒരു ഗ്രോസറിക്ക് വരുന്ന ഒരു എമൗണ്ടുമാണ് ഇത്ര ഉള്ളത്. ദാറ്റ് ക്യാൻ വേരി. ഇപ്പം എനിക്കൊരു 50 euros ആണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒപ്പം ഉള്ള ഒരാൾ ചിലപ്പോൾ 150 euros ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് പേഴ്സണലി നമ്മൾ ലൈഫ് സ്റ്റൈൽ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഫീ വരുന്നില്ലല്ലോ, റീജിയണൽ ടാക്സ് മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് പെർ ഇയർ 150 euro ആണ് വരുന്നത്. അത് റോമിൽ വരുമ്പോഴത്തേനും 300 euros ചില യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കേണ്ടി വരും റീജിയണൽ ടാക്സ് ആയിട്ട്. അപ്പം ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓൾറൈറ്റ്. സോ ഇറ്റലിയിൽ പോകുമ്പോൾ പലപ്പോഴും അണ്ടർറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പലപ്പോഴും ആകെ തിങ്ക് ചെയ്യാത്തൊരു കാര്യമാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ളത്. സോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇൻ ഇറ്റലി? സോ ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ റിയലൈസ് ചെയ്യാൻ കുറച്ച് വൈകിയ ഒരു കാര്യമാണ്. ഒരുപാട് പേർക്കൊന്നും അറിയില്ല. അതായത് നമുക്ക് ഇവിടുന്ന് പോകുമ്പം ഇറ്റാലിയൻ ലാംഗ്വേജിൽ നമ്മൾ എക്സൽ ചെയ്തു അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയാമെന്ന് സർട്ടിഫൈ ചെയ്യേണ്ട എക്സാംസോ അങ്ങനെ ഒന്നുമില്ല. യു ക്യാൻ ഗോ ദെയർ സിംപ്ലി നോയിങ് ഇംഗ്ലീഷ്. പക്ഷേ ടു സർവൈവ് ദെയർ യു ഷുഡ് നോ ഇറ്റാലിയൻ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ബേസിക്സ് ഇറ്റാലിയൻ മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ദ ക്വാളിറ്റി ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു നോ ഇറ്റാലിയൻ. അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുന്നതും അവിടെ പോയി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം ഇറ്റ്സ് റിയലി ഹ്യൂജ്. ബിക്കോസ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം തൃശ്ശൂരിലുള്ളൊരു മലയാളത്തിന് സ്ലാങ് ഒരു രീതിയാണെങ്കിൽ ട്രിവാൻഡ്രം അതുപോലെ കോട്ടയം അവിടെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റലിയിൽ ഇപ്പം എൻ്റെ ഒരു ഏരിയയിൽ സിച്ചിലിയൻ ഇറ്റാലിയൻ ആണ്. ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റാലിയൻ. സോ നമ്മളവിടെ പോയിട്ട് ഇറ്റാലിയൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് വരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇറ്റാലിയൻ അറിഞ്ഞാൽ മാത്രമാണ് പാർട്ട് ടൈം ജോബ് കിട്ടൂ എന്നുള്ള ഒരു കാര്യമുണ്ടോ ഇറ്റലിയിൽ? ദാറ്റ് ഇസ് വെരി ട്രൂ. അത് സത്യമാണ്. നമുക്ക് ഇറ്റാലിയൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പാർട്ട് ടൈം കിട്ടുള്ളൂ. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ എ റീജിയണൽ തിങ്. ബിക്കോസ് ഇപ്പോൾ എൻ്റെ ഏരിയയിൽ ഐ ഹവ് ബീൻ ഹണ്ടിങ് ഫോർ പാർട്ട് ടൈം ഫോർ ലൈക്ക് അറൗണ്ട് എൻ ഇയർ ആക്ച്വലി. പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ അതേസമയം മിലാനിൽ അല്ലെങ്കിൽ റോം പോലെയുള്ള സ്ഥലങ്ങൾ ആക്ച്വലി ടൂറിസ്റ്റ് സ്പോട്ട്സ് ആണ്. സോ അവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നിൽക്കും, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കും കുറേ പേര്. പക്ഷേ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ളൊരു പ്രദേശം ആയതുകൊണ്ട് അവിടെ പോപ്പുലേഷൻ ഫസ്റ്റ്ലി കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. അധികം റഷോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഒരു റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് സമ്മറിലൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പാർട്ട് ടൈം കിട്ടുള്ളൂ. സോ ഞാനവിടെ പോയ സമയത്ത് ഇങ്ങനെ പാർട്ട് ടൈം ഹണ്ടിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റ് അംബാസിഡർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പാർട്ട് ടൈം നോക്കുന്ന ആൾക്കാർ ആരും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. ദെൻ ലേറ്റ് ഐ ഗോട്ട് ടു നോ ദാറ്റ് ഇറ്റ് വാസ് ആക്ച്വലി എ ഫാക്ട്.
സോ ഇറ്റലി പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്നാണോ ഗായത്രി പറയുന്നത്? പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോം, മിലാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പാർട്ട് ടൈംസ് ഉണ്ട്. ഒബ്വിയസ്ലി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എന്തായാലും, പക്ഷേ അവിടെ അവൈലബിൾ ആണ്. ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പോകുന്നതിനായിട്ട് മുന്നേ അവിടുത്തെ എഡ്യൂക്കേഷനും ലൈഫ് സ്റ്റൈലിൻ്റെ ഒപ്പം തന്നെ അവിടെ പാർട്ട് ടൈം അവൈലബിൾ ആണോ എന്ന് നോക്കുക. ഇറ്റലിയിൽ പാർട്ട് ടൈം ചെയ്ത് എത്രത്തോളം എമൗണ്ട് ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും ആസ് എ സ്റ്റുഡൻറ്റ്? ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ പോയ വർഷം നമുക്ക് സൊജോർണോ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, വിസയാണ്. അപ്പം അത് ഉണ്ടെങ്കിൽ നമുക്ക് അവറിനനുസരിച്ച് പേയ്മെൻറ്റ് കിട്ടും. അതില്ലാത്ത ഒരു ആൾക്കാണ് ഇപ്പോൾ പോയ ഉടനെ നമുക്ക് സൊജോർണോ കിട്ടണമെന്നില്ല. സോ അത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ നമുക്ക് മന്ത്ലി ആണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് എന്നാണ് എൻ്റെ അറിവ്. സോ അതിനപ്പോൾ പേയ്മെൻറ്റ് ഇസ് ലൈക്ക് മന്ത്ലീൻ്റെ കാര്യം ഐ എം നോട്ട് ഷുവർ. പക്ഷേ അവർലി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അവറിന് €8, €10, 12, 15 അങ്ങനെ വേരി ചെയ്യും. അത് നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ച്. ചിലപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സിലായിരിക്കും, ചിലപ്പം കൂടുതലും ക്ലീനിങ് ആണ്, വീട് ക്ലീൻ ചെയ്യുക, അതുപോലെ അവരുടെ എന്താ പറയുക ഡോഗ്സിനെ നോക്കുക, അതിനെ വാക്കിന് കൊണ്ടുപോകുക, അങ്ങനത്തെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തതിനും അവർ ഈ പറഞ്ഞ ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് വെക്കുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ വെയിറ്ററായിട്ട് പോകണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയണം. സോ അവരത് അനുസരിച്ചാണ് അവർ ആൾക്കാരെ എടുക്കുന്നത്. അപ്പം ഇറ്റലിയിൽ ഒരു പാർട്ട് ടൈമിൻ്റെ ഹവർലി ലിമിറ്റൊക്കെ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാറുണ്ടോ? അതിനെപ്പറ്റി ഐ എം നോട്ട് ഷുവർ. പക്ഷേ ഐ എം നോട്ട് വെരി മച്ച് ഷുവർ അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ പാർട്ട് ടൈം ഞാൻ അധികം ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ സീനിയേഴ്സ് പാർട്ട് ടൈമിന് പോയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പാർട്ട് ടൈമിന് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണ് നമുക്കറിയുള്ളൂ. അപ്പം ലൈക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ അവർ ഉള്ള സമയം നമ്മളെ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുപ്പിക്കുക, ആ ഒരു സംഭവം ഉണ്ട്. അത് കൂടുതൽ ഈ പറയുന്നത് നമ്മൾ ഇറ്റാലിയൻസിൻ്റെ വീടുകളിൽ വളരെ ക്ലീൻ ആയിട്ട് അവർക്ക് വെക്കണം. സോ അവർ എന്താ പറയുക റൂംസൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ജോബാണെങ്കിൽ അവർ ആളി പേയ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ അത് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാം. നമുക്കതൊരു പ്രഷറാണ്. സ്റ്റുഡൻസിനൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീട് വിട്ട് നിൽക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു പ്രഷർ, അത് ചിലപ്പോൾ അവർ റേസിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെ റേസിസം പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവും. സോ അങ്ങനത്തെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ കൂടുതലും പാർട്ട് ടൈംസ് അങ്ങനെ സ്റ്റുഡൻസ് ചൂസ് ചെയ്യണം ഞാൻ അധികം കണ്ടിട്ടില്ല. ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കുറേ ഉള്ളതുകൊണ്ടാണോ സ്റ്റുഡൻസ് പാർട്ട് ടൈം ചൂസ് ചെയ്യുന്നത് കുറവായിരിക്കുന്നത്? അല്ല, അത് ഈ പറഞ്ഞ പോലെ അവൈലബിലിറ്റിൻ്റെ പ്രശ്നമാണ്. ഞാൻ വരുന്ന സ്ഥലത്തിനെ പറ്റിയിട്ടാണ് എനിക്ക് വളരെ പ്രോപ്പറായിട്ട് എനിക്ക് അറിയുള്ളൂ. പക്ഷെ ബാക്കിയൊക്കെ എൻ്റെ അറിവാണ്, അതായത് എൻ്റെ ഫ്രണ്ട്സും കണക്ഷൻസ് ഉള്ളതുകൊണ്ട് അറിയുന്നതാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് പോകുമ്പം കുട്ടികളുടെ മൈൻഡിലുള്ള ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകണം, പുറത്ത് പോയി നമ്മൾ പാർട്ട് ടൈം ചെയ്യുന്നു, പാർട്ട് ടൈമിൽ നമ്മൾ ഏൺ ചെയ്യുന്നു, ആ ഏൺ ചെയ്ത് നമ്മൾ നാട്ടിലോട്ട് അയക്കുന്നു. ഈ ഒരു സ്കീമാണ്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് സ്റ്റുഡൻസ് ഇത് മൈൻഡിൽ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ദാറ്റ് ഈസ് എ വെരി ബിഗ് ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. പക്ഷേ എന്ന് വിചാരിച്ചത് ആർക്കും കിട്ടില്ല എന്നല്ല. പക്ഷെ അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. നമ്മൾ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് ഒരു സെർച്ച് ചെയ്യണം. ഞാൻ പോകുന്ന സ്ഥലത്ത് പാർട്ട് ടൈം ഉണ്ടോ, എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ പല യൂണിവേഴ്സിറ്റീസിലും അവർ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ എടുക്കുന്ന രീതികൾ നല്ല വ്യത്യാസമുണ്ട്. എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ എല്ലാ കോഴ്സും ഓൺലൈനാണ് എക്സാംസ് നടക്കുന്നത്. അതുപോലെ എൻ്റെ സബ്ജക്റ്റിന് അവർക്ക് എൻ്റെ കോഴ്സിന് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. അപ്പം ഈവൻ ഇഫ് ഐ എം നോട്ട് ദെയർ എനിക്ക് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ക്ലാസ്സസ്. അപ്പോൾ കുറേ കോഴ്സുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ആ ഒരു ടൈം ഫ്രീ ആയിട്ട് കിട്ടണം. സോ ദേ ക്യാൻ ഡു സംതിങ് പ്രൊഡക്റ്റീവ് അറ്റ് ദ സെയിം ടൈം. പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവർ വെച്ചാൽ വേണമെങ്കിൽ ആ ഒരു ടൈം അവർക്ക് അതിനനുസരിച്ച് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫ്രീ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് ജർമ്മനീനെ പറ്റിയാണ്. ജർമ്മനിയിൽ പക്ഷേ പലപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ലോട്ട് ഓഫ് തിങ്സ് ടു സ്റ്റഡി. സോ ഇറ്റലിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും ആ ഒരു സ്റ്റഡി ബർഡൻ ഭയങ്കര കൂടുതലാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഇപ്പോൾ എൻ്റെ കോഴ്സാണെങ്കിലും എനിക്ക് ഒരുപാടൊന്നും പ്രഷർ തരുന്നില്ല. നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അവിടുത്തെ സിസ്റ്റവും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒബ്വിയസ്ലി ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിലോട്ട് വരുന്നത് ജർമ്മനിയാണ്. ജർമ്മനീനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇറ്റലീനെ പറ്റിയിട്ട് അധികം ആർക്കും അറിയില്ല. ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല. അവരിങ്ങനെ ഇറ്റലി ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ വരുന്നവരുണ്ട്. അപ്പം അങ്ങനെ ബേർഡൻ എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ ഒരു ഇവിടെ ഒരു സ്പൂൺ ഫെഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ പഠിക്കണം, നമ്മൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിന് ഇവിടെ നിന്നും പ്രഷറില്ല, നമ്മൾ തന്നെ ചെയ്യണം. ആൻഡ് വൺസ് നമ്മളത് മര്യാദയ്ക്ക് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ പണിയായിട്ട് വരും. പിന്നെ ലാസ്റ്റ് നമുക്കത് ചിലപ്പോൾ കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരിക, അതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ക്ലാസ്സിൻ്റെ ഒപ്പം എത്താൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ്. അല്ലാതെ എൻ്റെ ഒരു നോളജിലും പേഴ്സണൽ എക്സ്പീരിയൻസിലും അങ്ങനെ ഒരുപാട് ബേർഡൻ I haven't noticed.
ഇറ്റലിയിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഏത് ഏരിയ ചൂസ് ചെയ്യണം? ലൈക്ക് എനി സ്പെസിഫിക് പാർട്ട് ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ പാർട്ട് ടൈം ജോബ്സ് ഓർ വിച്ച് ഇസ് ദ ബെസ്റ്റ് ഏരിയ ഫോർ എ സ്റ്റുഡൻറ്റ്? I would suggest northern part of the Italy, but also you have to check whether the university has good education. നല്ല എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ യു ഷുഡ് ഗോ ഫോർ ദ യൂണിവേഴ്സിറ്റി. പക്ഷേ പാർട്ട് ടൈം ഓൾസോ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ പറഞ്ഞ പോലെ മിലാൻ, റോം, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പാർട്ട് ടൈംസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ ബിക്കോസ് ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺസിഡറേഷനാണ്. നമ്മുടെ ഏഷ്യൻസിനെയും ഇന്ത്യൻസിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ മലയാളി റെസ്റ്റോറൻറ്റ്സിൽ മലയാളീസാണ് വെയിറ്റേഴ്സായിട്ട് നിൽക്കുന്നത്. അതേസമയം നമുക്ക് ഇറ്റാലിയൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റാലിയൻ അറിയാവുന്നവർക്ക് മാത്രമാണ് അവർ കൊടുക്കുന്നത്. ആ ഒരു വെയിറ്ററിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ജോബ് അവർ കൊടുക്കുന്നത്. സോ ഇറ്റലിയിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ ജോബിൻ്റെ റിയാലിറ്റി എന്താണ്? എല്ലാവർക്കും ജോബൊക്കെ കിട്ടുന്നുണ്ടോ, അതോ പലപ്പോഴും ഷെങ്ങൻ ബാക്കി കൺട്രീസിൽ പോയിട്ടാണോ ഒരു ജോബ് സെറ്റാക്കുന്നത്? അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, ബട്ട് ഈ ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഡെസ്ക് ജോബ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ഇറ്റാലിയൻ അറിഞ്ഞാൽ മതി. അതായത് ബേസിക് എന്ന് വെച്ചാൽ നോട്ട് ടു ബേസിക്, പക്ഷേ നമുക്ക് നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലാംഗ്വേജ് നമുക്കറിയണം. പക്ഷെ അല്ലാത്ത പക്ഷം എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലും സൈക്കോളജിയിലോട്ടാണ് എൻ്റെ പ്രൊഫഷൻ പോകുന്നത്. അപ്പം ഇപ്പോൾ റിസർച്ച് ഫീൽഡാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് വരുന്നൊരു ഫീൽഡാണ്. അപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നല്ലോണം ഇറ്റാലിയൻ അറിയണം. നമുക്ക് അവർക്ക് ഒട്ടും അൺകംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ വേണം നമുക്ക് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. സോ അതൊരു പ്രശ്നവും. പക്ഷേ ഇഫ് യു ആർ റെഡി ടു ലേൺ ഇറ്റാലിയൻ ആൻഡ് അത്രയും ലാംഗ്വേജ് അത്രയും ഇഷ്ടപ്പെട്ട് അവിടെ നിൽക്കണം എന്ന് അത്രയും സ്ട്രോങ് ആയിട്ടൊരു മോട്ടീവ് ഉണ്ടെങ്കിൽ യു ക്യാൻ അച്ചീവ് എനിത്തിങ്. പക്ഷേ നോർമലി ആൾക്കാർ അവിടെ നിൽക്കുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. അത് അവരുടെ എന്താ പറയുക, അങ്ങനെ ഒരു ലൈക്ക് ഒരു മെജോറിറ്റി ഏതിനാണെന്നുള്ളത് ഞാനങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. ചിലവർ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച്, ചിലവർ ഈ പറഞ്ഞ ചില IT കമ്പനീസിലൊക്കെ ഇറ്റാലിയൻ അറിയണം എന്നില്ല. ബിക്കോസ് അവർക്ക് അവർക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വരാത്ത ഒരു ജോബാണ് അവരുടെ ഉണ്ടാവുക. അപ്പോൾ അവർ ലാംഗ്വേജ് അറിയണം എന്നില്ല. ചിലവർ ഈ പറഞ്ഞ ഇഫ് ദേ ആർ ഹാവിങ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഇഫ് ദേ ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഡെഫിനറ്റ്ലി അവർ പുറത്തേക്കാണ് ചൂസ് ചെയ്യുന്നത്. കുറേ പേര് ഈ പറഞ്ഞ പോലെ അവിടെ ഈ എന്താ പറയുക കൂടുതലും വരുന്ന ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരെ നോക്കുക, ടേക്കിംഗ് കെയർ ഓഫ് ദെം, അതൊക്കെയാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇറ്റലിയിൽ ഏതൊക്കെ സെക്ടേഴ്സിലായിരിക്കും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അത് ആക്ച്വലി അവിടെ നഴ്സിംഗ് ഈ പറഞ്ഞ പോലെ അസിസ്റ്റ് ചെയ്യുക, മെഡിക്കൽ അസിസ്റ്റൻസിന് അത്യാവശ്യം നല്ല സ്കോപ്പുള്ളൊരു കൺട്രിയാണ് ഇറ്റലി. പിന്നെ ഈ പറഞ്ഞ ഡെസ്ക് ജോബ്സ് ആണെങ്കിലും ഗവൺമെൻറ് ജോബ്സ് ഞാൻ അധികം കണ്ടിട്ടില്ല. ബിക്കോസ് ഗവൺമെൻറ് ജോബ്സ് അവർ ഇറ്റാലിയൻസിന് തന്നെയാണ് കൊടുക്കുന്നത്. അത് ബാക്കിയുള്ളവർ അങ്ങനെ പോവാറുമില്ല. അതിനങ്ങനെ നമ്മൾ ഗവൺമെൻറ് ഓഫീസുകൾ ശ്രദ്ധിച്ചാലും അങ്ങനെ അധികം ജോബ്സ് ഒന്നും നോൺ ഇറ്റാലിയൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇത്രയും ഹ്യൂജ് വോളിയത്തിൽ സ്റ്റുഡൻസ് പല കൺട്രിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ അക്കോമഡേഷൻ്റെ ഒരു ഇഷ്യൂ പലപ്പോഴും പറയാറുണ്ട്. സോ ഇറ്റലിയിൽ അക്കോമഡേഷൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? ഇറ്റലിയിലെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. ഈ സ്ഥലങ്ങളനുസരിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ സിറ്റീസ്, അതുപോലെ അത്യാവശ്യം നല്ല റഷുള്ള സിറ്റീസൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നമുക്ക് അക്കോമഡേഷന് ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പ്രശ്നം ഇൻ ദ സെൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും, ബട്ട് ബി വെരി എക്സ്പെൻസീവ്. പിന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ 4 to 5 or 5 to 6 പീപ്പിൾ ഷെയർ. അത് ചില ഓണേഴ്സിന് അതൊരു ഇഷ്യൂ അല്ല. പിന്നെ നമ്മളിപ്പോൾ വി ആർ ചൂസിങ് എ പ്ലേസ് ഓർ എൻ അപ്പാർട്ട്മെൻറ്റ് ഓർ എ ഹോസ്റ്റൽ ഓർ വാട്ട് എവർ, നമുക്ക് ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് തപ്പാം. അതിനൊരുപാട് നമുക്ക് എന്താ പറയുക സോഴ്സുകളുണ്ട്. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവരിങ്ങനെ സെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ അപ്പാർട്ട്മെൻറ്റ്സ് നല്ലതാണ്, ഈ ഹോസ്റ്റൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹോസ്റ്റലിലാണ്. ഇറ്റ്സ് റൺ ബൈ നൺസ്. അപ്പം അപ്പാർട്ട്മെൻറ്റ്സ് ആകുമ്പോഴത്തേനും നമുക്ക് എല്ലാം നമ്മുടെ കയ്യിലാണ്. പക്ഷേ ഈ എല്ലാത്തിൻ്റെയും റെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് ബെഡ് സ്പേസിനൊരു റെൻറ്റ്, അത് സെപ്പറേറ്റ് ആണ്. ദോസ് ബിൽസ് ആർ സെപ്പറേറ്റ് ഫ്രം യുവർ ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽസ് ആൻഡ് എവറിത്തിങ്. ചില ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ബില്ല് ഒരുമിച്ചായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ചീപ്പായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതേസമയം സ്കാംസും ഉണ്ട്. ഒബ്വിയസ്ലി എല്ലായിടത്തും ഉണ്ടാവും സ്കാംസ്. അപ്പോൾ സ്കാംസ് ഒക്കെ നോക്കിയിട്ട് ബി വെരി കെയർഫുൾ വെൻ യു ചൂസിങ് അപ്പാർട്ട്മെൻറ്റ്സ്. ഇറ്റലിയിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന സ്കാംസ് ബേസിക്കലി ഏതൊക്കെയാണ്? സ്കാംസ് ഓക്കെ, ഇറ്റലിയിൽ മാത്രമല്ല എന്നെനിക്ക് തോന്നുന്നു. ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമ്മൾ നാട്ടിൽ നിന്ന് പോരുന്ന സ്റ്റുഡൻസിന് ഏജൻസി വഴിയാണ് നിങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ അവിടെ എത്തുന്ന വരെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ ദെൽ ബി someone to help us, someone will be there to support us. പക്ഷേ ആഫ്റ്റർ യു റീച്ച് ദെയർ പിന്നെ ഒക്കെ യു ആർ ഓൺ യുവർ ഓൺ.
നമ്മൾ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുന്നത്, നമ്മളൊരു ഓട്ടത്തിലായിരിക്കും, ആൻഡ് ലാംഗ്വേജ് ഇസ് ഓൾസോ എൻ ഇഷ്യൂ. സോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. സോ ആ സമയത്ത് ഒബ്വിയസ്ലി ദർ വിൽ ബി മെനി പീപ്പിൾ ടു ടു സ്കാം യു. സോ അവർ ചിലപ്പം നിങ്ങൾക്ക് അവരിത്രയും ഇന്ന സർവീസ് നിങ്ങൾക്ക് തരാം ഇഫ് യു ഓഫർ ദിസ് മച്ച് യൂറോസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സ്റ്റുഡൻറ്റ് അംബാസിഡർ ആണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. സ്റ്റുഡൻറ്റ് അംബാസിഡേഴ്സ് ഉണ്ട് ഹു ആർ ദെയർ ടു സപ്പോർട്ട് അസ് ആൻഡ് ഹെൽപ്പ് അസ്. നമ്മൾക്ക് യൂണിവേഴ്സിറ്റീസായിട്ട് എന്തെങ്കിലും നമ്മൾ ഏത് ഡോക്യുമെൻറ്റാണ് കൊടുക്കേണ്ടത് നമുക്കറിയില്ല, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അവർ മെയിൽ അയച്ചിട്ട് നമുക്ക് അവരെ അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് സ്റ്റുഡൻറ്റ് അംബാസിഡേഴ്സ് ആണ്. പക്ഷേ അവരുടെ പേരിൽ വ്യാജേന ഒരുപാട് പേര് വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ സ്റ്റുഡൻറ്റ് അംബാസിഡർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ പറ്റിക്കാൻ എളുപ്പമാണ്. കാരണം അവർക്ക് വരുമ്പോൾ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ അടുത്ത് പറയണം, നമ്മൾ ഇത്ര യൂറോസ് തന്നു കഴിഞ്ഞാൽ നിൻ്റെ അഡ്മിഷൻ ഞാൻ ശരിയാക്കി തരാം, ഇത്ര യൂറോസ് തന്നു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ 1-2 വട്ടം ചെക്ക് ചെയ്തിട്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ. അത് നമ്മൾ ചോദിക്കുന്നതിനോ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോ തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇറ്റാലിയൻ ആൾക്കാരുടെ ഒരു പൊതുവെ ഒരു കൾച്ചർ എങ്ങനെയാണ്? അവർ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആൻഡ് അവരുടെ രീതികൾ എങ്ങനെയൊക്കെയാണ്? ഇറ്റാലിയൻസ് ആർ വെരി സ്വീറ്റ്. എനിക്ക് ഇറ്റലിയിൽ പോയിട്ട് ഇന്നേ വരെ ഒരു ബാഡ് എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കിങ്ങനെ റേസിസം വരുമോ, ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് പുറത്താണ്, അപ്പോൾ റേസിസം വരുമോ, അല്ലെങ്കിൽ നമ്മളെ അടിച്ചു താഴ്ത്തുന്ന പോലെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുമോ, നമ്മൾ ഇമോഷണൽ ഡൗൺ ആയി പോകും, അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടാവും. പക്ഷേ ഇറ്റാലിയൻസ് ആർ വെരി സ്വീറ്റ്. അവർ അത്രയും ഹോസ്പിറ്റാലിറ്റീൻ്റെ അങ്ങേ അറ്റമുള്ള ആൾക്കാരാണ്. പക്ഷേ ഇറ്റലിയിൽ ബാക്കി ഫോറിനേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് പേഴ്സണലി. പക്ഷേ ഇറ്റാലിയൻസ് ആർ വെരി സ്വീറ്റ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ നമ്മൾ അവരുടെ ഭാഷ പഠിക്കുന്നു എന്ന് പറയുമ്പം ദേ ആർ റിയലി ഹാപ്പി. ഇറ്റലി എന്ന് പറയുമ്പം ഇപ്പോൾ അമാൽഫി കോസ്റ്റ്, അങ്ങനെ കുറേ അടിപൊളി ബീച്ചസും അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സോ വിച്ച് വിൽ ബി ദ ടോപ്പ് പ്ലേസസ് യു വുഡ് ബി സജസ്റ്റിംഗ് ദീസ് സ്റ്റുഡൻസ് ടു വിസിറ്റ്? ഓക്കെ, പേഴ്സണലി ഐ എം എ പേഴ്സൺ ഹു ലവ്സ് ടു ട്രാവൽ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. ബിക്കോസ് ഇറ്റലി മൊത്തത്തിൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ചില സ്ഥലങ്ങൾ ഭയങ്കര റഷും ഫുൾ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്, ബട്ട് ഓൾസോ ദർ ആർ പ്ലേസസ് വെയർ യു ക്യാൻ ഇപ്പം ദർ ഇസ് ഡിഫറെൻറ്റ് പ്ലേസസ്. എനിക്കങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടൊരാളല്ല. സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ അഷ്വറൻസോടുകൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. ഒരുപാട് ഞാനിങ്ങനെ എന്താ പറയുക ബക്കറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഹോപ്പിംഗ് ടു ഗോ ടു പ്ലേസസ്. ഇറ്റലിയിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് തന്നെ ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. യു ഷുഡ് ബി ക്വാളിഫൈഡ്. പക്ഷേ ഇറ്റലിയിൽ പോകുമ്പം നമ്മളിങ്ങനെ എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇറ്റാലിയൻ അറിയണം എന്നൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു നോ ഇറ്റാലിയൻ. ഒരു A1 A2 ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ പറഞ്ഞ പാർട്ട് ടൈം നമുക്ക് കിട്ടാനാണെങ്കിലും, അല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ സോഷ്യൽ ലൈഫ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക്. അത് നല്ലതായിരിക്കും. പക്ഷേ പഠിക്കാത്തൊരാൾക്ക്, ഇപ്പോൾ എനിക്ക് ഇറ്റാലിയൻ അറിഞ്ഞിട്ടല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് ഐ എം സ്റ്റിൽ ലേണിംഗ്. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. സോ ഇപ്പോൾ ഞാനൊരാളടുത്ത് പറയുകയാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നോക്കണം, ലാംഗ്വേജ് നോക്കണോ എന്നെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു നോ സംതിങ് ഇൻ ഇറ്റാലിയൻ. ഇറ്റലിയിലേക്ക് ഡയറക്റ്റ് മൈഗ്രേഷൻ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? നടക്കുന്ന പരിപാടിയാണ് അതൊക്കെ? അത് ആക്ച്വലി ഇറ്റലിയിലേക്ക് പോകാനായിട്ട് നമുക്ക് മെയിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് വിസ ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്ന ഒരു വിസ എടുത്ത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടൊരു കാര്യമാണ്. ജോബ് വിസേനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ളൊരു പരിപാടിയാണ് ഈ ജോബ് വിസ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് നിയർലി നോട്ട് പ്രാക്ടിക്കൽ. പിന്നെ എന്താ പറയുക, അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടെ എന്തെങ്കിലും കണക്ഷൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ജോബ് തരുന്ന ഒരു ആൾക്കാരുണ്ടാവണം, അവർ കോൺട്രാക്റ്റ് നമുക്ക് വേണം. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് വെരി കോമൺ. സോ നമുക്കവിടെ കോൺട്രാക്റ്റിലുള്ള ആൾക്കാരുണ്ട്, അവർ നമുക്ക് കോൺട്രാക്റ്റ് തരാൻ റെഡി ആണെങ്കിൽ അവർ വഴിയാണ് നമുക്ക് ജോബ് വിസ കിട്ടുക. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസയിൽ പോവുക. ഏതൊരു ആളും ഇപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ പോകുന്നു, നമ്മൾ അവിടെ തപ്പുന്നു, മാനുവലി നമ്മൾ ഇത്ര ഡേയ്സ്, ഇപ്പോൾ 90 ഡേയ്സ് ആണെങ്കിൽ 90 ഡേയ്സിനകത്ത് നമ്മൾ ജോബ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ലീഗലായിട്ട് ചെയ്യാമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് പേര് എന്താ പറയുക പല രാജ്യത്തുനിന്നും ഇന്ത്യയിൽ നിന്നാണെങ്കിൽ പോലും ചെല്ലുന്നു, അവർ വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് 90 ഡേയ്സ് കഴിഞ്ഞിട്ട് അവർ നിൽക്കുന്നു.
ദാറ്റ് ഈസ് ആക്ച്വലി ഇല്ലീഗൽ. അതിപ്പം ഇപ്പം നിങ്ങൾക്ക് അത് പണി കിട്ടണമെന്നില്ല, പക്ഷെ അധികം വൈകാണ്ട് നിങ്ങൾക്ക് കിട്ടും എന്തായാലും. അതുകൊണ്ട് ആ റിസ്ക് എടുക്കാതിരിക്കുക. പോവാൻ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിനകത്ത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കിട്ടിയിട്ടില്ല വെച്ചാൽ നിങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരിക. നിങ്ങൾ പിന്നെ ജോബ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഡു ഹാവ് സം അതർ ലൈക്ക് പിന്നെയും യു ട്രൈ ഫോർ ഇറ്റ്. അല്ലാതെ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ കാനഡയിലൊക്കെ ആക്ച്വലി പണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടിരുന്ന ഗവൺമെൻറ് പെട്ടെന്ന് അവരങ്ങ് സപ്പോർട്ട് കുറച്ചു. ഈ ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതി എങ്ങനെയാണ് ഫോർ വിത്ത് സ്റ്റുഡൻസ്? അത് ഈ പറഞ്ഞ പോലെ അതൊരു പാലമായ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറയുന്ന പോലെ നമ്മുടെ അവിടുത്തെ ഇറ്റാലിയൻ ഗവൺമെൻറ് നമ്മുടെ സ്റ്റുഡൻസിൽ ഒരു വിശ്വാസം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് പലരും ഇങ്ങനെ മിസ്യൂസ് ചെയ്യാണ്. അതായത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നു, ആ ഡോക്യുമെൻറ്റ്സ് അവരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു, നമ്മൾ എലിജിബിൾ ആണോ എന്ന് നോക്കുന്നു, നമുക്ക് സ്കോളർഷിപ്പ് തരുന്നു. ആ സ്കോളർഷിപ്പ് നമുക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസ വെച്ചിട്ട് കുട്ടികൾ പഠിക്കട്ടെ, അതൊരു ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് കോഴ്സ്. പക്ഷേ ആ പൈസ കിട്ടിയിട്ട് ഒരുപാട് പേര് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ല ഡ്യൂ ടു മെനി റീസൺസ്. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ റീസൺസ് ആയിരിക്കും, എനി സിറ്റുവേഷൻസ് വിച്ച് ഇസ് അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷേ ചിലവർ ദേ ചൂസ് നോട്ട് ടു ഡു ഇറ്റ് ആൻഡ് ആ പൈസ അവർക്ക് കിട്ടുന്നു, സോ ദേ ഹാവ് ദ മണി. എന്നിട്ട് അവരെന്താണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അവർ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് ചെയ്യുവാണ്. പിന്നീട് അവർ പതുക്കെ ഒരു 4-5+ ഇയേഴ്സ് നിൽക്കുന്നു, അങ്ങനെ PR കിട്ടുന്നു. സോ അവരത് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് റോങ്. അത് അവർക്ക് അപ്പം കിട്ടില്ലായിരിക്കാം. പക്ഷേ വൺസ് ഗവൺമെൻറ് മുന്നത്തെ റെക്കോർഡ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് ആരൊക്കെ നോക്കുന്നു പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടും. സോ ദാറ്റ് ഈസ് ആക്ച്വലി യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. എബ്രോഡ് എപ്പോഴും ആൾക്കാർ കുറച്ച് കാണുന്നൊരു കാര്യമാണ് അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ് ഹെൽത്ത് കെയർ. ബട്ട് എബ്രോഡ് ഏത് കൺട്രിയിൽ പോയാലും അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണാറുണ്ട്. ഇറ്റലിയിലെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ റിയാലിറ്റി എന്താണ്? നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ നോക്കുന്നു, അതിന് പക്ഷേ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക ചിലപ്പോൾ 2 വർഷത്തിന് ശേഷമായിരിക്കും എന്നുള്ളൊരു മിത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ടായി. സോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പം എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. സോ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏജൻസി വഴിയാണെങ്കിലും അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് എൻ ഇൻഷുറൻസ് പോളിസി വിത്ത് യു. സ്റ്റുഡൻസിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ആവശ്യം വന്നു കഴിഞ്ഞാലും യു ക്യാൻ യൂസ് ദർ ഇൻഷുറൻസ്. അപ്പം എനിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ആ ഇൻഷുറൻസിൽ അത് സെറ്റായി കാൽക്കുലേറ്റ് ആയിപ്പോയി. അപ്പം എനിക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം നമ്മൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യരുത്. കാരണം കൺട്രീസ് വേറെയാണ്, ഇവിടുത്തെ സിസ്റ്റമേ അല്ല. മറ്റേ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല, മൊത്തത്തിൽ സിസ്റ്റം വ്യത്യാസമാണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. ബട്ട് ദാറ്റ് ഇസ് ഹൗ ദേ ഡീൽ വിത്ത് ദെയർ പീപ്പിൾ. ഇറ്റലിയിൽ മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലധികം മ്യൂസിയംസ് അല്ലെങ്കിൽ മോണുമെൻറ്റ്സ് ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളുള്ള ഒരു കൺട്രിയാണ്. സോ ഇങ്ങനെ ഒരു ഫീൽഡിലൊക്കെ കുറേ ഓപ്പർച്യൂണിറ്റീസും സ്റ്റുഡൻസിന് അവിടെ ഓപ്പൺ ആണോ? ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈംസ് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് സമ്മറിൻ്റെ സമയത്ത്, സമ്മർ 2 മാസം ഉണ്ടാവും, ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈം പീരീഡിൽ. അപ്പം ആ ഒരു ടൈമിൽ കൂടുതലും എന്താ പറയുക, കുട്ടികൾക്ക് പാർട്ട് ടൈംസ് കിട്ടും. ഈവൺ ഇഫ് യു ഡോണ്ട് നോ ഇറ്റാലിയൻ ചിലപ്പോൾ കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളനുസരിച്ച്. ഇപ്പം എൻ്റെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതിന് നമ്മൾ മുന്നേ അപ്ലൈ ചെയ്തിടണം. നമുക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷേ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യാം. നമ്മൾ തന്നെ അതിനോട് പോയി നമ്മളിങ്ങനെ ഓരോ എന്താ പറയുക കോർണേഴ്സിൽ പോയി നമ്മൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മറിൻ്റെ സമയത്ത് ഒരുപാട് ഫോറിനേഴ്സ് വരും. സോ ഇറ്റാലിയൻ അറിയാത്തവർ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ആവശ്യമാണ് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടു ഡീൽ വിത്ത് ദ ഫോറിനേഴ്സ്, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർട്ട് ടൈംസ് വെക്കേഷൻസിൻ്റെ സമയത്തൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. ഇറ്റലിയിലെ ഒരു ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് ഒക്കെ തന്നെയാണ്? ഓഫ് കോഴ്സ് സഹിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് തന്നെയാണ്. അത് മെയിൻലി തണുപ്പാണ്. പിന്നെ കുറച്ചുകൂടി നോർത്തേൺ ഇറ്റലിയിലേക്ക് പോകുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ സ്നോ ഉണ്ടാവും. പക്ഷേ ഒരു വിൻ്റർ ആണ് ബേസിക്കലി ഉള്ളത്. ചില 2 മാസം ഈ വർഷത്തിൽ 2 മാസം സമ്മറാണ്. അതൊരു 1.5 സമ്മറാണ്. നമ്മുടെ നാട്ടിലൊരു 35+ അല്ലെങ്കിൽ ഒരു 40 അറൗണ്ട് ഡിഗ്രി വേണം നല്ല ചൂടാവാനായിട്ട്. അവിടെ ഒരു 25+ ആകുമ്പോൾ തന്നെ നല്ല ചൂടായിരിക്കും. അതാണ് ഡിഫറൻസ്. ഇറ്റലി ഈസ് ഓൾസോ നോൺ ഫോർ പിസ്സ, പാസ്ത, കുറേ അധികം ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഫേമസ് ആണ്. സോ ലൈക്ക് അത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൾച്ചറിൽ ആസ് എ സ്റ്റുഡൻറ്റ് ചെല്ലുമ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? അതോ ഈസ് ഇറ്റ് ലൈക്ക് വെരി എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ? ഇല്ല, അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് അല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം ടൂറിസ്റ്റ് സ്പോട്ട്സ് ആയിട്ടുള്ള ഇപ്പോൾ റോമിലാണെങ്കിൽ ഇപ്പോൾ കൊളോസിയം ഉണ്ട്, അതുപോലെ മ്യൂസിയംസ്, അങ്ങനത്തെ മെയിൻ സ്ഥലങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ കെഫെ പോയി നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ടൂറിസ്റ്റ് ട്രാപ്സ് ഉണ്ട്.
ഡെഫിനറ്റ്ലി. പക്ഷെ അതല്ലാണ്ടും ഒബ്വിയസ്ലി അവിടുത്തെ സാധനങ്ങൾക്ക് പ്രൈസ് കൂടും. അതേസമയം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നാട്ടിലുള്ള പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പൈസ കുറവിന് കിട്ടുന്ന കടകളുണ്ട്. അപ്പം അത് ചീപ്പായിട്ടും എക്സ്പെൻസീവായിട്ടും നമുക്ക് കിട്ടും. ചീപ്പായിട്ട് നമുക്ക് എഫോർഡ് ചെയ്യാവുന്നത് തന്നെ ഉള്ളൂ, വലിയ എക്സ്പെൻസീവ് അല്ല. ഇതുപോലെ ഒരു ഫുഡ് കൾച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഷെഫ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽഡിലുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ അവിടെ കുറേ? കൾണറി ആർട്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്കോപ്പൊക്കെ ഉള്ളതാണ്. പക്ഷേ ഐ എം നോട്ട് വെരി ഷുവർ അബൌട്ട് യുവർ നോളജ് ഇൻ ലാംഗ്വേജ് ഈവൻ ദെയർ. ബിക്കോസ് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജ് ബാരിയർ വലിയൊരു ബാരിയറാണ്. പക്ഷെ നമ്മൾ ആ ബാരിയർ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര സ്മൂത്താണ്. അത് ദീസ് ആർ ദ എക്സാക്ട് വേർഡ്സ് ഓഫ് മെനി പീപ്പിൾ ഐ നോ. യൂറോപ്പിലുള്ളവർ അവിടെ ഇപ്പോൾ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് പേര്. പഠിക്കാൻ ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് പോകുന്നു, പഠിക്കുന്നു, അവർക്ക് ആ രാജ്യം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവർ ആ രാജ്യത്തിനോട് ഇഷ്ടം കൊണ്ടും അവിടുത്തെ ലൈഫ് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇറ്റ്സ് വെരി പീസ്ഫുൾ ആൻഡ് യുൽ ഹാവ് എ ഹാപ്പി ലൈഫ് ദെയർ. സോ അതുകൊണ്ട് ലാംഗ്വേജ് പഠിച്ചു പോകുന്നവരുണ്ട്. അപ്പം അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ എന്നുള്ളൊരു വലിയ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ ലൈഫ് ഇസ് അടിപൊളി. ഇറ്റലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ നിന്ന് ഇപ്പോൾ നോക്കുന്ന സ്റ്റുഡൻസിന് ഒരു 3 ടിപ്സ് പറയാൻ വാട്ട് വിൽ ബി ദ ടോപ്പ് 3 ടിപ്സ്? ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഐ വുഡ് സേ ഇസ് ദാറ്റ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കാതിരിക്കുക. നോ ദാറ്റ് നമുക്കത് ഒന്നും അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യമല്ല. നമുക്ക് എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഹാപ്പി ഡേയ്സ്. അതുപോലെ സ്കാംസിലൊന്നും പെടാതിരിക്കുക, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തറോ ആയിട്ട് എന്തിന് പോകുമ്പോഴും നമ്മൾ അതിനൊരു തറോ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ജെന്യുവനായിട്ട് ചെയ്യുമ്പം ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാതെ ജെന്യുവനായിട്ട് ചെയ്യാം, ഹാർഡ് വർക്ക് ചെയ്യാം. അതേസമയം നമ്മൾ സ്വയം ഒട്ടും അധികം പ്രഷർ കൊടുക്കരുത്. നമുക്ക് എന്തായാലും പ്രഷർ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അതല്ലാതെ നമ്മൾ സ്വയം അധികം തളരാണ്ട് നമ്മൾ കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയൊക്കെ തന്നെ. ഇപ്പോൾ ആക്ച്വലി അബ്രോഡ് പോകുന്ന ഏതൊരാൾക്കും പറയാൻ പറ്റിയ ഒരു അഡ്വൈസ് ആണത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 30,000+ സ്റ്റുഡൻസിനെ നമ്മൾ ബീയിങ് അബ്രോഡ് പറഞ്ഞ പ്ലാറ്റ്ഫോം ത്രൂ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒബ്വിയസ്ലി അവിടെ പോകുന്നവരാണെങ്കിലും ഐ തിങ്ക് ഈവൻ ഗായത്രി ആണെങ്കിൽ പോലും യു ഹാവ് ഓൾറെഡി പുട്ട് ഇൻ യുവർ പേജ് വെരി ഗുഡ് മൂമെന്റ്സ് ഓഫ് യുവർ സെൽഫ്. സോ ഇത് കാണുമ്പോൾ എവരിവൺ ഈസ് ലൈക്ക് വെരി എക്സൈറ്റഡ്, ഓ ദിസ് ഈസ് ദ കൂളസ്റ്റ് ലൈഫ് ഐ ആം ഹാവിങ്. സോ അതർ സൈഡ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഐ തിങ്ക് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് പിന്നെയും കുറച്ച് അറിഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഷോയുടെ ഒരു ഇപ്പോൾ തന്നെ ലൈക്ക് ഓരോ ക്വസ്റ്റിനകത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ്സ് വാട്ട് വി ആർ ഓൾസോ ട്രൈങ് ടു ഷോ ദം വാട്ട്സ് ദ അതർ സൈഡ് ഓഫ് ദീസ് തിങ്സ്. ബട്ട് ഇതൊക്കെ തരണം ചെയ്താലും ലൈക്ക് ഐ എം സ്റ്റിൽ സീയിങ് സം സ്റ്റുഡൻസ് ദേ വാണ്ട് ടു റിട്ടേൺ ടു India and stuff like that. So what's your end goal? Are you planning to return to India or are you trying to make a career there? ദാറ്റ് ഈസ് എ വെരി കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ബിക്കോസ് ഞാനും അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. അത് ആക്ച്വലി അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര നല്ല പരിപാടിയല്ല. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫ് കുറച്ച് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും സംഭവം നോക്കുമ്പോൾ എന്താ ഞാൻ ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട്. പക്ഷേ ഐ എം എ വെരി വാട്ട് യു സേ നല്ല സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നാട്ടിലാണെങ്കിലും ഐ യൂസ് ടു ഹാവ് പ്രിറ്റി ബിഗ് സോഷ്യൽ ഗ്രൂപ്പ് അറൗണ്ട് മീ, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും. സോ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ അവിടെ നമുക്കെന്ന് പറയാൻ അധികം ആൾക്കാരൊന്നുമില്ല. സോ പെട്ടെന്നൊരു ലോൺലിനെസ്സിനോട്ട് പോകുമ്പം നമുക്ക് എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അതുപോലെ നമ്മുടെ ബാഡ് ഡേയ്സ്, എക്സ്ട്രീംലി ബാഡ് ഡേയ്സ് നമുക്കുണ്ടാവും. അപ്പോൾ നമ്മളത് ഒറ്റയ്ക്കാണെന്നുള്ളൊരു സംഭവം വരുമ്പോൾ പലരും ഇമോഷണലി തളർന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ എന്താ പോയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ പോയിട്ട് 2 വർഷമല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പം അതത്രയും ചെറിയൊരു ഷോർട്ട് പീരീഡ് അല്ല. ബിക്കോസ് അതിൻ്റെ ഇടയിൽ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ്. അത് നമുക്കാണ് അത് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. വി ഹാവ് ബീൻ ത്രൂ ദാറ്റ് ആൻഡ് വി നോ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി. പിന്നെ ഒരുപാട് പിള്ളേർ ഈ പറഞ്ഞ പോലെ അവിടെ പറ്റാണ്ട് എൻ്റെ യൂണിവേഴ്സിറ്റീസിൽ എന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രഷർ താങ്ങാണ്ട് സൂയിസൈഡൽ കേസുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻസ് അല്ല, പക്ഷെ ബാക്കി കൺട്രിയിൽ നിന്ന് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് പ്രഷർ പറ്റാഞ്ഞിട്ട് വീട്ടിൽ പൈസ ഇല്ലാഞ്ഞിട്ട് ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്ത് പൈസ കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് വെച്ച് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അങ്ങനത്തെ ഫേറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ബാഡ് തിങ്സ് ആർ ഓൾസോ ദെയർ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ആക്ച്വലി an escape from reality എന്ന് വേണമെങ്കിൽ പറയാം, ടു ബി വെരി വെരി ഓണസ്റ്റ്. ബിക്കോസ് ഐ എം എ പേഴ്സൺ ഹു ലവ്സ് ടു ടോക്ക്. സോ ഞാൻ അവിടെ പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അത്യാവശ്യം സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇൻ ബിറ്റ്വീൻ എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് ട്രൈ ടു ഫോക്കസ് ഓൺ ഹാപ്പി തിങ്സ്. സോ ആൻഡ് ഓൾസോ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ മേ ബി ഐ ഹാവ് എ പ്ലാറ്റ്ഫോം, ഐ ക്യാൻ ഗോ ദെയർ ആൻഡ് ടെൽ പീപ്പിൾ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻ ഹിയർ.
ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ എന്തായാലും അവിടെ പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് യു ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ഹാപ്പി മൊമെൻറ്റ്സ് യു ഹാവ് ആൻഡ് ബി സ്ട്രോങ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളാകെ വീക്കായി പോവായിരിക്കും, പക്ഷേ നമ്മൾ പതുക്കെ നമുക്ക് ചുറ്റുമുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആവും നമുക്ക്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ലൈഫ് പ്ലാൻ വെച്ചിട്ടുള്ള നിൽക്കുന്ന ഒരാളല്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സമയത്ത് കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് അയ്യോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഇത് വേറെ, ആ ഒരു സംഭവം നമുക്ക് വരും. ചിലർ ഈ പറഞ്ഞ പോലെ കുട്ടികൾ അവർക്ക് അവർ ഉദ്ദേശിച്ച കോഴ്സ് ഒന്ന്, പക്ഷെ അവർ ചൂസ് ചെയ്ത കോഴ്സ് ചിലപ്പം അതിൻ്റെ സിലബസൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും, പേപ്പേഴ്സ് നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വിചാരിച്ച അതേ കോഴ്സ് ചിലപ്പോൾ കിട്ടണമെന്നില്ല പുറത്ത് വന്നു കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി ആയിരുന്നു എടുക്കണം എന്നുണ്ടായിരുന്നത് മാസ്റ്റേഴ്സിൽ, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് എൻ്റെ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞെങ്കിലും, ഐ മീൻ ഡിഗ്രിയുടെ നാട്ടിലുള്ള എക്സാംസ് എല്ലാം കഴിഞ്ഞെങ്കിലും എനിക്ക് ആകെ കൂടെ 4 സെമ്മിൻ്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇത് എനിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഞാൻ ഈ 4 സെമ്മിൻ്റെ റിസൾട്ട് വെച്ച് ഞാൻ അപ്ലൈ ചെയ്യാം, രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഐ ഷുഡ് വെയിറ്റ് 1 ഇയർ. സോ ഞാൻ 4 സെമ്മിൻ്റെ റിസൾട്ട് വെച്ച് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടിയില്ല യൂണിവേഴ്സിറ്റീസിൽ, ബിക്കോസ് 2 സെമ്മിൻ്റെ കുറവാണ്. നമ്മളെയൊക്കെ പ്രായവും നമ്മളെയൊക്കെ എക്സ്പീരിയൻസും വർക്ക് എക്സ്പീരിയൻസ് അടക്കമുള്ള ആൾക്കാരാണ് സെയിം കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് റിസർച്ച് ഫീൽഡ് ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് അതുണ്ടായത്. അപ്പം എനിക്കധികം കിട്ടിയില്ല. ലാസ്റ്റ് കിട്ടിയത് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു സൈക്കോളജി, ബട്ട് ഇറ്റ് ഹാസ് പ്രോഗ്രാമിംഗ്, കോഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാത്ത പേപ്പേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അയ്യോ ഇതെന്തത് ആ സംഭവം വരും. അത് ക്വൈറ്റ് നാച്ചുറലായിട്ടൊരു കാര്യമാണ്. നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുക, ഗിവ് യുവർ ബെസ്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻസ്. ഇപ്പോൾ ഐ വുഡ് ലവ് ടു സ്റ്റേ അറ്റ് ഇറ്റലി റൈറ്റ് നൗ. ഇനി ലൈഫ് എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് നോക്കാം. UK, കാനഡ പോലെ എല്ലാവരും പോകുന്ന കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഈ ഷെങ്കൻ കൺട്രീസ് ഇറ്റലി, ലാറ്റ്വിയ, സ്ലോവേനിയ ഇങ്ങനെയുള്ളിടത്തൊക്കെ പൊതുവെ മലയാളീസ് കുറവാണ്. സോ ചിലപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഗായത്രി പോലത്തെ ഒരു ചെറിയ ഇപ്പോൾ ലീവ് ചെയ്യുന്ന സ്പെസിഫിക് ഏരിയയിൽ ചിലപ്പോൾ മലയാളീസേ കണ്ടെന്ന് വരത്തില്ല. സോ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ വരുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ചെല്ലുമ്പോൾ ഹൗ ഡു ദേ കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ യുവർ സജഷൻസ് ടു ഫോർ ദിയർ ലൈഫ്? നമ്മളിപ്പം ഒരു പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലയാളീസ് തന്നെ വേണം എന്നില്ല. നമുക്കുള്ളൊരു സാധനമാണ് അത് തെറ്റല്ല, അത് നാച്ചുറലായിട്ടൊരു കാര്യമാണ്. അതായത് നമ്മുടെ നാട്ടിലത്തെ വൈബ്സ്, നമ്മുടെ ഒരു ഹോംലി ഫീൽ കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മലയാളീസിനെ കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. അത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടൊരു കാര്യമാണ് അത്. പക്ഷെ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മളാകെ ഡൗൺ ആയി പോകേണ്ടത്, അല്ലെങ്കിൽ സ്വയം ഐസൊലേറ്റ് ചെയ്തിരിക്കുക, ഉൾവലിഞ്ഞ് നിൽക്കുക, അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മളീ പുറത്ത് പോകുന്നതിൻ്റെ വേറൊരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കൾച്ചറിലുള്ള ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യണം, അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. സോ ഡെഫിനറ്റ്ലി ഇറ്റാലിയൻസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്താ പറയുക, അപ്പോൾ അവരായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ വി ആർ മേക്കിംഗ് മോർ കണക്ഷൻസ്. നമുക്ക് അവരുടെ ലൈഫിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുകയാണ്. വി ആർ ലേണിംഗ് സോ മെനി തിങ്സ്. അപ്പം അങ്ങനെ അതൊരു ഇഷ്യൂ അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇറ്റലിയിൽ മലയാളീസ് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ റോമിലൊക്കെ ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത് ഒരുപാട് അവരുടെ പ്രോഗ്രാംസ്, മലയാളി അസോസിയേഷൻസ് നടക്കുന്ന ഓണം സെലിബ്രേഷൻ ആയാലും ക്രിസ്മസ് സെലിബ്രേഷൻ ആയാലും പള്ളിപ്പെരുന്നാൾ അടക്കമുണ്ട് മലയാളീസ് നടത്തുന്നത്. അപ്പോൾ മലയാളീസ് എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഈ ഉള്ളിലേക്കുള്ള പ്രദേശങ്ങളിൽ അധികം മലയാളീസ് ഇല്ല എന്ന് തന്നെയുള്ളൂ. ഇറ്റലി പഠിക്കാൻ പോകുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു 5 പ്ലേസസ് ഏതൊക്കെയാണെന്ന് പറയാമോ? ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട്. ലൈക്ക് യു ക്യാൻ ഗോ ടു ഫ്ലോറൻസ്, വെനസ്, കാപ്രി, ലേക്ക് കോമോ, പിന്നെ അമാൽഫി കോസ്റ്റ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഇറ്റലിയിൽ ചില സ്ഥലങ്ങൾ ഭയങ്കര റഷാണ്. ഇപ്പോൾ റോമിലൊക്കെ പേഴ്സണലി എനിക്ക് അത്ര താല്പര്യമില്ല. അതായത് ബിക്കോസ് ഒബ്വിയസ്ലി ക്രൗഡഡ് ആണ്, പക്ഷേ ഹിസ്റ്റോറിക്കലി അത്രയും സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സ്ഥലമാണ് റോം. അതുപോലെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഭയങ്കര നേച്ചറായിട്ട് നല്ലോണം ഇണങ്ങിച്ചേർന്ന സ്ഥലങ്ങളും ഒരുപാടുണ്ട്. റോം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്രത്യേകിച്ച് പോപ്പ് കൈവീശി കാണിക്കുന്ന കുറേ വീഡിയോസും ഒക്കെ വരുന്നത് പോപ്പിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സോ പോപ്പിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ അവിടെ പോയാൽ? എനിക്ക് പറ്റിയിട്ടില്ല. പറ്റും, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ചേർച്ചിനകത്തോട്ട് കയറാൻ നമുക്ക് ഫീ ഉണ്ട്. ആക്ച്വലി തൗസൻഡ്സ് ഓഫ് റുപ്പീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഞാൻ ആക്ച്വലി പുറത്ത് പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ പോയ സമയത്താണെങ്കിൽ നല്ല റഷുള്ളൊരു പീരീഡ് ആയിരുന്നു. നമ്മൾ ആ ഒരു ക്യൂ ഒക്കെ പുറത്തോട്ട് വന്ന് അത്രയും ആൾക്കാർ, പിന്നെ അത് അറ്റൻഡ് ചെയ്യാനും ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷേ അല്ലാത്തവർക്ക് പുറത്ത് പോവുക, പുറത്തത്തെ ഒരു ഏരിയ കാണുക, ഫോട്ടോസ് എടുക്കുക, പോരുക. പക്ഷേ അകത്തും ഇറ്റ്സ് ആക്ച്വലി മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ബിക്കോസ് എന്താ പറയുക, അതിൻ്റെ ആർക്കിടെക്ചർ ആണെങ്കിലും അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ അകത്തേക്ക് പോകാൻ നമുക്ക് ഫീ ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. സോ ഇറ്റലിയിലേക്ക് പഠിക്കാനായിട്ട് പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് മൂവിങ് ഫോർവേഡ്
ഇനിയൊരു നെക്സ്റ്റ് ഓപ്ഷൻ വെക്കുമ്പോൾ ഇറ്റലി എന്തൊക്കെ കാര്യങ്ങളും ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ചൂസ് ചെയ്യരുത് എന്ന് പറയാമോ? എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റലി ചൂസ് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത് ലാംഗ്വേജ് ഒരു പ്രശ്നമായവരോടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇറ്റലിയിൽ സെറ്റിൽഡ് ആവണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലാംഗ്വേജ് അറിയണം. അത് നാട്ടിൽ നിന്ന് പോകുമ്പോഴേ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയണമെന്ന് നിർബന്ധമില്ല. അവിടെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ചിലവർക്ക് ഇറ്റലി ഭയങ്കര ഇഷ്ടമായ ഇഷ്ടം കൊണ്ട് ഇറ്റാലിയൻ പഠിച്ചിട്ട് അങ്ങനെ ആൾക്കാരായിട്ട് ഇത്രയും തിരിച്ച് നാട്ടിലോട്ടേ വരില്ല എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ്, നമ്മുടെ ഇൻട്രസ്റ്റുകൾ, ലൈക്സ്, ഡിസ്ലൈക്സ് എല്ലാം മാറും. Alright, so anyway, thank you Gayatri for sharing all your knowledge about Italy and your life in there. സോ നമ്മളുടെ സ്റ്റുഡൻസിലേക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാൻ കാണിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരാണ് നമ്മളുടെ ബീങ് ഔട്ട് പോഡ്കാസ്റ്റിലേക്ക് നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഗായത്രിയുടെ പേജ്, ഗായത്രി മഠത്തിൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. ഷീ ഈസ് പോസ്റ്റിംഗ് ലോട്ട് ഓഫ് കോണ്ടൻറ്റ്സ് അബൌട്ട് ഇൻഫർമേഷൻ, ട്രാവൽ വീഡിയോസ്, ലോട്ട് ഓഫ് കോണ്ടൻറ്റ്സ് ആർ ദെയർ. സോ എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ കമ്മിങ്, താങ്ക് യു ഫോർ മേക്കിംഗ് ടൈം. നാട്ടിൽ വന്ന ഈ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് ഈ ഒരു ഷോയിൽ വരാനും കാണിച്ച ഒരു മനസ്സിന് താങ്ക്സ് അലോട്ട്. താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിന്. ബീങ് എബ്രോഡ് ഇത് ആക്ച്വലി എനിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ദിസ് ഇസ് എ വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പം എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. മൈ നെയിം ഇസ് ഗായത്രി മഠത്തിൽ. അപ്പം വിൽ സീ ഇൻ ഇറ്റലി. See you guys in the next episode. Till then, bye. Bye.